ഗുഡ് മോർണിംഗ്. ഈ നാളുകളിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കത്തോലിക്ക സഭ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പണ്ട് പറഞ്ഞത് അല്ലെങ്കിൽ പഠിപ്പിച്ചത് മാറ്റി പറയുന്നു എന്നുള്ള തെറ്റായ പ്രചരണമാണ്. പ്രധാനപ്പെട്ട TV ചാനലുകളിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിവിൻ്റെ ലെവലേശമില്ലാതെ വെറുതെ പറയപ്പെടുന്നുണ്ട്. നമ്മളെന്നും കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ പഠിപ്പിക്കൽ വിശ്വസിക്കേണ്ടവരാണ്, സ്വീകരിക്കേണ്ടവരുമാണ്. വിശ്വാസ തിരുസംഘം ആണ് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുകയും പരിശുദ്ധ പിതാവ് ഓരോ കാലത്തും നമ്മെ നയിക്കുന്ന കത്തോലിക്ക സഭയുടെ പരിശുദ്ധ പിതാവ് ഒപ്പുവെച്ച് പ്രാബല്യത്തിൽ വരുത്തുന്നതാണ് ഈ വിശ്വാസ രേഖകളൊക്കെ. അപ്പോഴങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പരിശുദ്ധ പാപ്പ ലയോ 14 ഒപ്പുവെച്ച് വിശ്വാസ തിരുസംഘം ഔദ്യോഗികമായിട്ട് ഇറക്കിയ ഒരു പഠിപ്പിക്കലാണ് നമ്മൾ ചർച്ച ചെയ്യുക. മാത്തർ പോപ്പുലി ഫിദേലിസ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ അമ്മ എന്നാണ്, വിശ്വാസി സമൂഹത്തിൻ്റെ അമ്മ എന്നാണ് പരിശുദ്ധ മറിയത്തെ ഇവിടെ വിളിക്കുക. അത് വളരെ ശരിയുമാണ്. സഭയെന്നും ഔദ്യോഗികമായിട്ടും മജിസ്ട്രേറിയം അല്ലെങ്കിൽ വിശ്വാസ തിരുസംഘം പഠിപ്പിച്ചിരുന്നതും പഠിപ്പിക്കുന്നതും പഠിപ്പിക്കാൻ പോകുന്നതുമെല്ലാം ഒരേ കാര്യങ്ങളാണ്. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് സഭ ഔദ്യോഗികമായിട്ടെന്നും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഒന്നാമത്തേത്, പരിശുദ്ധ മറിയം ദൈവമാതാവാണ്. ദൈവപുത്രനായ ഈശോയുടെ അമ്മയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്. രണ്ടാമത്തെ കാര്യം, മാനുഷിക ഇടപെടൽ കൂടാതെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തൻ്റെ മകനായ യേശുവിന് ജന്മം കൊടുത്തതുകൊണ്ട് പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ്. ഇതും തുടക്കം മുതൽ ഔദ്യോഗികമായിട്ട് സഭ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഭാവിയിലും പഠിപ്പിക്കുന്ന കാര്യമാണ്. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ അമലോത്ഭവയാണ് പരിശുദ്ധ മറിയം എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ ജനനത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നത് കൊണ്ട് ജന്മപാപക്കറ കൂടാതെ പരിശുദ്ധ അമ്മയെ തുടക്കം മുതലേ പാപത്തിൻ്റെ പങ്കിലമായ വശത്തു നിന്ന് ദൈവമായ കർത്താവ് തൻ്റെ പുത്രനു വേണ്ടി അവളെ പരിരക്ഷിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ കാര്യമാക്കുക. നാലാമത്തെ കാര്യം, പരിശുദ്ധ അമ്മ അല്ലെ പരിശുദ്ധ മറിയം സ്വർഗാരോപിതയാണെന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഓർത്തിരിക്കാൻ വേണ്ടി, പരിശുദ്ധ മറിയം ദൈവമാതാവാണ്, നിത്യകന്യകയാണ്, അതുപോലെ പാപപങ്കിലത ഇല്ലാത്ത വ്യക്തി, അമലോത്ഭവയാണ്. നാലാമത്തത് സ്വർഗാരോപിതയാണ്. സ്വർഗാരോഹണം ചെയ്തു എന്ന് യേശുവിൻ്റെ സ്വർഗത്തിലേക്കുള്ള പോക്കിനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധ മറിയത്തിൻ്റേത് നമ്മൾ പറയാം സ്വർഗാരോപിതയാണ് എന്ന് പറഞ്ഞാൽ സ്വയമേ സ്വർഗത്തിലേക്ക് എത്തിയതല്ല, വേറൊരു ഏജൻസി നമ്മുടെ ഇവിടെ ദൈവമായ കർത്താവ് അവരെ സ്വർഗത്തിലേക്ക് ആരോഹിച്ചു അല്ല കൊണ്ടുപോയി എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈശോയുടെ സ്വർഗാരോപണത്തെ നമ്മൾ അസെൻഷൻ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. സ്വർഗാരോഹണം, സ്വർഗത്തിലേക്ക് സ്വശക്തിയാൽ ദൈവത്തിൽ എന്ന നിലയ്ക്ക് ഉയർക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയി. എങ്കിൽ പരിശുദ്ധ മറിയം ശരീരത്തോടു കൂടെ സ്വർഗത്തിലേക്ക് ആവഹിക്കപ്പെട്ടു അല്ല എടുക്കപ്പെട്ടു എന്നാണ് പറയുക. അതിനെ അസംഷൻ എന്ന് പറയാം, അസ്യൂം ചെയ്തു.
വേറൊരു എക്സ്റ്റേണൽ പവറിനാൽ ഇവിടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് അസ്യൂം ചെയ്തു എന്നാണ് പറയുക. അപ്പോൾ ഇതെന്നും എപ്പോഴും പഠിപ്പിക്കുന്ന കാര്യമാണ് സഭ. ഈ 4 കാര്യങ്ങളാണ് സഭയുടെ ഔദ്യോഗികമായ പഠിപ്പിക്കൽ. ബാക്കിയുള്ളതൊക്കെ സഹരക്ഷക, കോറിഡംട്രിക്സ് എന്നുള്ളതൊക്കെ ഭക്തിയുടെ മാർഗത്തിൽ എന്നോ വന്ന് ജനങ്ങൾ അത് വിശ്വസിക്കുകയും അത് വേണ്ടപ്പെട്ടവർ പോലും ചിലപ്പോഴൊക്കെ ഉപയോഗിക്കുകയും ചെയ്ത് ഔദ്യോഗികമായിട്ട് ഉപയോഗിച്ചതല്ല, അവരുടെ വ്യക്തിപരമായ പ്രസംഗങ്ങളിലൊക്കെ ഉപയോഗിച്ചതുമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ കൃപാവരങ്ങളുടെ മധ്യസ്ഥ എന്ന് പറഞ്ഞതുകൊണ്ട് മറിയം മാധ്യസ്ഥം വഹിക്കുകയില്ലെന്നർത്ഥമില്ല. ദൈവമാണ് എല്ലാ കൃപാവരങ്ങളുടെയും ഗ്രേസ് അല്ലെങ്കിൽ ഗ്രേസസിൻ്റെ നൽകൽ നടത്തുക. കത്തോലിക്കാ സഭയിലെ കർത്താവ്, ദൈവമായ കർത്താവ് യേശു സ്ഥാപിച്ച 7 കൂദാശകൾ വഴിയാണ് പ്രധാനമായിട്ടും നേരായ വിധത്തിലും വരപ്രസാദങ്ങൾ നൽകുക എന്ന് കൂടി നമ്മൾ ചേർക്കണം. അപ്പൊ വിശുദ്ധരും പരിശുദ്ധ അമ്മയും ഒന്നും മധ്യസ്ഥരല്ല എന്ന് സഭ പറയുന്നില്ല. യേശു മാത്രമാണ് മനുഷ്യരുടെയും ദൈവത്തിൻ്റെ ഇടയിലെ ഏക മധ്യസ്ഥൻ എന്ന് ഊന്നിപ്പറയുന്നതിന് വേണ്ടിയിട്ട് മറ്റു മധ്യസ്ഥത വഹിക്കുന്നവരെയൊക്കെ നമ്മൾ മാറ്റി തള്ളിപ്പറഞ്ഞു എന്നർത്ഥമില്ല. പരിശുദ്ധ മറിയമടക്കം അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാകാം. അതിലും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിനും മനുഷ്യരുടെ ഇടയ്ക്കുള്ള ഏക മധ്യസ്ഥൻ സാക്ഷാൽ യേശു കർത്താവാണ് എന്ന് ഊന്നി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ പഠിപ്പിക്കലിനോ ഈ പുതിയതായിട്ട് ഇറക്കിയ വിശ്വാസ തിരുസംഘത്തിൻ്റെ പഠിപ്പിക്കലിനോ ഒന്നും യാതൊരു പുതുമയുമില്ല. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യുന്നു, ഊന്നി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം തെറ്റിദ്ധാരണകൾ നമ്മൾ തിരുത്തുക, നല്ല ധാരണകളില്ല, നല്ല വിശ്വാസത്തിൽ നമ്മൾ പോവുക. വ്യക്തിപരമായ ഭക്തിയുടെ വശങ്ങളൊക്കെ അത് വ്യക്തിപരമാണ്. അതുകൊണ്ട് കൊന്ത ചെല്ലുന്ന പരിശുദ്ധ ജപമാല ചെല്ലുന്നതോ മറ്റുള്ള പ്രാർത്ഥനകളോ മറിയത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നത് കീർത്തിക്കുന്നതൊന്നും തെറ്റല്ല. അതിനെതിരായിട്ടല്ല സഭയുടെ പഠിപ്പിക്കുക. സഭയെന്നും ഒരു പ്രത്യേക ദൈവശാസ്ത്രത്തില്ല, മരിയൻ ദൈവശാസ്ത്രം, മരിയോളജിയിൽ ഊന്നി നിന്നുകൊണ്ടാണ് പഠിപ്പിക്കുക. അത് സ്വീകരിക്കുക, ചിന്തിക്കുക, അംഗീകരിക്കുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്വം. ഒരു കൺഫ്യൂഷനും ഒരു മനഃശാഞ്ചല്യവും ഇക്കാര്യത്തിൽ നമുക്ക് ആർക്കും വേണ്ടതില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.